ഹലോ ഗായ്സ്, മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മൈൻക്രാഫ്റ്റിൽ നമ്മൾ ഇന്ന് ബക്ക്റൂക്ക് സർവറിലാണ് കളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ അനിമേഷൻ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനും അങ്ങനെ ബെഡ്റോക്കിലെ ആക്ഷൻ സ്റ്റഫ് എന്ന റിസോഴ്സ് പാക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയുള്ള എല്ലാ വീഡിയോയിലും നമുക്ക് ആക്ഷൻ സ്റ്റഫ് ഇട്ടുകൊണ്ട് കളിക്കാം. സോ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം നമ്മുടെ വീടിന് മുമ്പിൽ ഒരു വലിയ ഷിപ്പ് ഉണ്ടാക്കുക എന്നതാണ്. സോ വീഡിയോ അവസാനം വരെ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ കമൻറ്റ് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. നമ്മുടെ ഷിപ്പ് വരുന്നത് ഈ വീടിന് മുമ്പിലായിട്ടുള്ള ഈ സ്ഥലത്താണ്. സോ ഞാനിവിടെ ഇതിനെ ക്ലീനൊക്കെ ആയിട്ടുണ്ട്, രണ്ട് ഭാഗവും നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് വേണ്ട റിസോഴ്സും ഇവിടെ ഈ സൈഡിൽ നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. സ്പ്രൂസിൻ്റെയും അതുപോലെ ഡാർക്ക് വുഡിൻ്റെയും ലോഗോ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് സ്പ്രൂസും ഡാർക്ക് വുഡും എടുത്തുകൊണ്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ബേസ് കെട്ടാൻ പറ്റുമോ നോക്കാം. സോ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഞാൻ എന്തായാലും ഇതിൻ്റെ ബേസ് കെട്ടിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. സോ അങ്ങനെ നമ്മളൊരു ചെറിയൊരു ബേസ് കെട്ടിയിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ കണ്ടാണ് ചെയ്തത്, പക്ഷേ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത വീഡിയോ വലിയ ഷിപ്പൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ നമ്മളുടേതായ രീതിയിൽ അത് ചെറുതാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചത് ഇത് കൊളാവുമെന്നാണ്, പക്ഷെ കൊളായിട്ടില്ല, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഉണ്ടോ, ഈ ഫ്രണ്ടൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാനവിടെയൊക്കെ കൊളാവെന്ന് വിചാരിച്ചിരുന്നു, മര്യാദ കിട്ടിയിട്ടുണ്ട്. പില്ലർ ചെയ്ത് കണ്ട് എൻ്റെ വ്യൂ കാണിച്ചു തരാം. ഉണ്ടോ, ഇത് ഏറെക്കുറെയൊക്കെ ഷിപ്പിൻ്റെ അതേമാതിരി വന്നിട്ടുണ്ട്. സോ എന്തായാലും ഇനി ഇവിടെയും അതേമാതിരി ഫ്രണ്ടിലും കുറച്ച് ഒരു പണി ഉണ്ടായിട്ട് റൂം പോലെ ഉണ്ടാക്കാണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയാണ് എനിക്ക് അപ്ഡേറ്റ് തരാം. സോ നമ്മുടെ ഷിപ്പിൽ ചെറിയൊരു അപ്ഡേറ്റ് തരാം. സോ അതുപോലെ നമ്മളിത് ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ റൂം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ റൂം ഇത് അങ്ങനെയാണ്. ഇൻറ്റീരിയറും ചെയ്തിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ അതുപോലെ തന്നെ ഫ്രണ്ടിൽ റൂം അതേപോലെയാണ്. ഫ്രണ്ടിലും എന്തെങ്കിലുമൊക്കെ ഇൻറ്റീരിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് ഗോൾഡോ ഡയമണ്ടോ അങ്ങനത്തെ വാല്യുബിൾ ഐറ്റം മാത്രം വെച്ചാൽ മതിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫർണിച്ചർ പറഞ്ഞ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കമൻറ്റ് ചെയ്യുക. സോ അങ്ങനെ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. സോ ഇതാ ഷിപ്പിൻ്റെ ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ്. ഞാൻ പരമാവധി ഡീറ്റെയിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും കാണാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും വിട്ടുപോയിക്കണം അറിയില്ല. അതേ സ്ഥലത്ത് ഞാൻ പരമാവധി സ്റ്റെയറൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെപ്ത്തൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അതുപോലെ ഷിപ്പിൻ്റെ സൈഡ് ഭാഗം അങ്ങനെയാണ്. സോ ഇവിടുന്ന് ഇമാതിരി ഷിപ്പിന് ഫ്രണ്ട് ഭാഗം നോക്കിയാലും കാണാൻ കുറേ സ്റ്റെയറൊക്കെ വെച്ചുകൊണ്ട് നല്ല ഡീറ്റെയിലൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇനി അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ ഷീറ്റ് വെക്കണമല്ലോ. സോ അതുണ്ടാവും. ജസ്റ്റ് ഇവിടെ ആദ്യം പില്ലർ വെച്ചുകൊണ്ട് അതൊന്ന് മേലേക്ക് വരട്ടെ. അവിടെ പില്ലർ വെച്ചുകൊണ്ട് മേലെ കയറ്റിയിട്ട് ബാക്കി പറഞ്ഞത് ജസ്റ്റ് ഇതായിപ്പോൾ ഷിപ്പിൻ്റെ പണി ഇനി കുറച്ചും കൂടി ഉണ്ട്. സോ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഷിപ്പ് ഉള്ളത്. ഇതിൻ്റെ പുറത്തൊരു സെൻറ്ററിൽ ഒരു തൂണും പിന്നെ അതേമാതിരി അതിൻ്റെ ഷീറ്റൊക്കെ വെക്കാണ്ട്. സോ എന്തായാലും അതൊക്കെ ഞാൻ വെച്ചിട്ട് അടുത്തതിൽ അപ്ഡേറ്റ് തരാം. സോ നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക. സോ ഫൈനലി നമ്മുടെ ഷിപ്പിൻ്റെ പണി അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം. സോ ബാക്ക് ഭാഗത്ത് എന്നാലും കണ്ടാകത്ത് ജസ്റ്റ് ഒരു കയറ് പോലെ കെട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഫെൻസ് വെച്ച് കണ്ട്
അതുപോലെ ഫ്രണ്ടിലും ജസ്റ്റ് ഇതേമാതിരി കയറതാ ജസ്റ്റ് ചുറ്റും അങ്ങ് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷീറ്റൊക്കെ ജസ്റ്റ് ഒരു കാറ്റ് കൊള്ളുമ്പോൾ പാറുന്ന രീതിയിൽ വീഡിയോയിൽ കണ്ട മാതിരി വെച്ചിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ വലിയ ചിപ്പാണ്, നമ്മളത് ചെറുതാണ്. അപ്പോൾ അതിനായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറ്റിയ ഐഡിയ ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ ബാക്കിൽ വെക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഫർണിച്ചറോ അല്ലെങ്കിൽ ട്രഷറും ആയിക്കൊണ്ട് വെക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ എന്തായാലും ഞാൻ കുറച്ചത് ബാക്ക് പോയിക്കൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്ന് പില്ലറപ്പ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഫൈനലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് പില്ലറപ്പ് ചെയ്യാം, എന്നിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ വിചാരിച്ചില്ലേറെ നന്നായി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നതുണ്ട്, ഇതിൻ്റെ മേലെ കയറി കാറ്റുന്നുണ്ടല്ലേ, അതിന് കാണാൻ പോകാം. അതിന് മേലെ കയറി കണ്ട് നമുക്ക് ചുറ്റുള്ള ഇതൊക്കെ കാണാം. സ്ഥിരങ്ങളുടെ സ്പൈ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ടാണെങ്കിൽ കടലൊക്കെ നോക്കാം. സോ ഇത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തുള്ള തുണി ഫുള്ള് സ്റ്റെയർ വെച്ചിട്ടുണ്ട്. സോ അതിലൂടെ കയറി നേരെ മേലേക്ക് എത്തിക്കൊണ്ട് ട്രാപ്പ് ഡോർ തുറക്കാം, നേരെ ഉള്ളിൽ കണ്ട് കയറാം. സോ ട്രാപ്പ് ഡോർ അടച്ചുകൊണ്ട് ഇവിടെ നോക്കാണ്ട് നമുക്ക് വിട്ടുള്ളതൊക്കെ നമുക്ക് കാണാം. സ്പൈ ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിലൊക്കെ കടിച്ചുകൊണ്ട് ചുറ്റും നമുക്ക് നോക്കാം. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ മേലെ നിന്നുള്ള സീന് കാണുക. സോ സീത കണ്ടുകഴിഞ്ഞിട്ട് ട്രാപ്പ് ഡോർ തുറക്കാം, നേരെ ഇവിടെ സ്റ്റെയർ കൊണ്ട് നേരെ അടിയിക്കൊണ്ട് പോവാം. സോ ഞാൻ ഫ്രണ്ട് ഒന്ന് ജസ്റ്റ് നോക്കി. സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഷിപ്പ് വരുന്നത്. അടുത്തിടയിൽ അതിന് ചുറ്റൊരു ഡോക്ക് കെട്ടണം, അതൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. സോ നിങ്ങളെന്തായാലും ഇതിനെപ്പറ്റിയുള്ള വീഡിയോയുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇതുവരെ ഫുള്ളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്കായി കമൻറ്റ് ചെയ്യുക. സോ അതുപോലെ അടുത്ത വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. സോ നമുക്ക് അടുത്ത വീഡിയോയുമായി പിന്നെ വരാം. ഓക്കെ, ടാറ്റ, ബൈ.